ഈ വണ്ടി മേടിച്ചിട്ട് 1.5 വർഷത്തിൽ കൂടുതലായി. ഈ വർഷത്തിനിടയിൽ ഇവിടെ ഏകദേശം 100 പ്രാവശ്യത്തിൽ കൂടുതൽ ഓരോ വണ്ടി വെച്ച് 200 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇവർ വന്ന് ഓരോ തവണ സർവീസ് ചെയ്ത് കംപ്ലൈൻറ്റ് തീർത്ത് തരാമെന്ന് പറയുന്നതോറും സർവീസ് ചെയ്ത് തന്നെ ഉണ്ട് ഇവർ. പക്ഷേ കംപ്ലൈൻറ്റ് മാറുന്നില്ല. നമുക്ക് 6 കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നും പറഞ്ഞ് വാഹനം തന്നിട്ട് ഈ വാഹനത്തിന് 4 കിലോമീറ്റർ മൈലേജ് മാത്രമാണ് കിട്ടുന്നത്. ഈ 1,40,000 കിലോമീറ്റർ ഓടാൻ തന്നെ 2 വണ്ടിയും കൂടിയും ഏകദേശം 25,000 ലിറ്റർ ഡീസൽ ഞാൻ കൂടുതലായിട്ട് അടിച്ചു ഈ വാഹനത്തിന്. എനിക്ക് 25 ലക്ഷം രൂപയാണ് അതുവഴി മാത്രം നഷ്ടം വന്നത്. ഈ വാഹനത്തിൽ ഇപ്പൊ ആളുകൾ കയറൂല. കാര്യം എന്ന് വെച്ചാൽ വീട്ടിലെത്താൻ പറ്റുമെന്ന് തിരിച്ചെത്താൻ പറ്റുമെന്ന് ആളുകൾക്ക് തന്നെ സംശയം തോന്നുന്ന പുതിയൊരു വണ്ടിയായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. ആളൊക്കെ പല രാജ്യങ്ങളിലെ റോഡിൽ വണ്ടി നിന്നോട്ടുണ്ട്. ആളുകൾ കളിയാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ബസ് ഓണേഴ്സിന്റെ ഗ്രൂപ്പിൽ ഈ ടാറ്റയുടെ വണ്ടി എടുത്തതിന് എന്നെ ഇട്ട് ഫോട്ടോ വരെ ഇട്ട് കളിയാക്കിയിട്ടുണ്ട് ആളുകൾ. ആ വഴി കൂടെ KSRTC ബസ്സിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ ബസ്സുകളിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ തന്നെ വളരെയധികം ദോഷത്തിലാണ് ബസ് സർവീസ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ടാറ്റയുടെ ഭാഗത്തു നിന്നുള്ള ഈ വണ്ടിയുടെ കാര്യം കൂടി ആയതോടുകൂടി എൻ്റെ ജീവിതം വളരെ കഷ്ടത്തിലാവേണ്ട ഒരു ഗതിയാണ് ഉണ്ടായേക്കുന്നത്. നമസ്കാരം. ടാറ്റയുടെ ആലുവ ഷോറൂമിന് മുമ്പിൽ 2 പുത്തൻ ലൈൻ ബസ്സുകൾ നിർത്തിയിട്ട് ഒരു ഉടമയുടെ പ്രതിഷേധം നടക്കുകയാണ്. ഉടമ നമ്മോടൊപ്പം ചേരുകയാണ്. ജോമി ദേവസിയാണ്. ജോമി, എന്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് കാരണം? ഈ വണ്ടി മേടിച്ചിട്ട് 1.5 വർഷത്തിൽ കൂടുതലായി. ഈ വർഷത്തിനിടയിൽ ഇവിടെ ഏകദേശം 100 പ്രാവശ്യത്തിൽ കൂടുതൽ ഓരോ വണ്ടി വെച്ച് 200 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇവർ വന്ന് ഓരോ തവണ സർവീസ് ചെയ്ത് കംപ്ലൈൻറ്റ് തീർത്ത് തരാമെന്ന് പറയുന്നതോറും സർവീസ് ചെയ്ത് തന്നെ ഉണ്ട് ഇവർ. പക്ഷേ കംപ്ലൈൻറ്റ് മാറുന്നില്ല. എന്തായിരുന്നു കംപ്ലൈൻറ്റ്? ഈ വണ്ടിയുടെ ആർട്ട് ബ്ലൂ സൈലൻസർ ആണ് ഇപ്പോൾ ഇതിന് വന്നെ. BS6 പുതിയ വണ്ടികളാണ്. ഈ ആർട്ട് ബ്ലൂ സൈലൻസറിൻ്റെ അകത്ത് കരി കട്ട പിടിക്കലാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് കംപ്ലയിൻറ്റ്. കട്ട പിടിച്ച് ഇതിൻ്റെ അകത്ത് ആർട്ട് ബ്ലൂ ഒഴിച്ച് കഴിയുമ്പോൾ ആർട്ട് ബ്ലൂ അത് കത്തിച്ച് കളയണം. ആ പ്രൊസീജിയർ ഇതിൻ്റെ അകത്ത് നടക്കണില്ല ഈ വാഹനത്തിൽ. അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ എൻജിന് ബലം ഇത് ടൈറ്റ് വരെയും ടർബോ ചാർജർ കത്തിപ്പോകാം. അങ്ങനെ വണ്ടി പടപടാന്നും പറഞ്ഞ് വണ്ടി വഴിയിലാവണൊരവസ്ഥ. ജനങ്ങളെ വെച്ച് ഇത് കൊണ്ടുനടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ ടാറ്റയുടെ വണ്ടി വന്നേക്കാണ്. ഞാൻ മാത്രമല്ല, എനിക്ക് മുമ്പും പിന്നും മേടിച്ചേക്കണ ഒരുപാട് പേർക്ക് ഈ കാര്യങ്ങളുണ്ട്. പക്ഷേ CC മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. നമുക്ക് 6 കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നും പറഞ്ഞ് ഈ വാഹനം തന്നിട്ട് ഈ വാഹനത്തിന് 4 കിലോമീറ്റർ മൈലേജ് മാത്രമാണ് കിട്ടുന്നത്. ഈ 1.5 കൊല്ലത്തിനുള്ളിൽ ഈ വാഹനം ഞാൻ ഏകദേശം ഒരു വണ്ടി 1,40,000 കിലോമീറ്ററോളം ഓടിക്കഴിഞ്ഞ്. ഈ 1,40,000 കിലോമീറ്റർ ഓടാൻ തന്നെ 2 വണ്ടിയും കൂടിയും ഏകദേശം 25,000 ലിറ്റർ ഡീസൽ ഞാൻ കൂടുതലായിട്ട് അടിച്ചു ഈ വാഹനത്തിന്. ഏകദേശം എനിക്ക് 50,000 ലിറ്റർ ഡീസൽ വേണ്ടടുത്ത് ഇവർ പറഞ്ഞതനുസരിച്ച് ഞാനിപ്പോൾ 75,000 ലിറ്റർ ഡീസൽ, എനിക്ക് 25 ലക്ഷം രൂപയാണ് അതുവഴി മാത്രം നഷ്ടം വന്നത്. കൂടാതെ ഈ 100 പ്രാവശ്യത്തിൽ കൂടുതൽ ഒരു വാഹനം ഈ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നേക്കണം. ഈ വാഹനത്തിൽ ഇപ്പോൾ ആളുകൾ കയറൂല. കാര്യം എന്ന് വെച്ചാൽ വീട്ടിലെത്താൻ പറ്റുമെന്ന് തിരിച്ചെത്താൻ പറ്റുമെന്ന് ആളുകൾക്ക് തന്നെ സംശയം തോന്നുന്ന പുതിയൊരു വണ്ടിയായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. അത്രയ്ക്ക് അവസ്ഥ മോശമായതിൻ്റെ പേരിലാണ് ഞാൻ ഈ വണ്ടി ഇവിടെ കൊണ്ടുവന്നിടാനുള്ള കാര്യം ഉണ്ടായത്. റോഡിൽ വെച്ച് നിന്ന് പോകാറുണ്ട്, ആളിനെ കയറ്റിക്കൊണ്ട് പോകും. ആളൊക്കെ പല രാജ്യങ്ങളിലെ റോഡിൽ വണ്ടി നിന്ന് പോയിട്ടുണ്ട്. ആളുകൾ കളിയാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ബസ് ഓണേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ഈ ടാറ്റയുടെ വണ്ടി എടുത്തതിന് എന്നെ ഇട്ട് ഫോട്ടോ വരെ ഇട്ട് കളിയാക്കിയിട്ടുണ്ട് ആളുകൾ. പുതിയ വണ്ടി എടുത്ത ആളുകൾക്ക് കൂടുതൽ സൗകര്യം കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോൾ എത്ര തവണ വഴിയിൽ ബ്ലോക്കായിട്ടുണ്ട്. വഴിയിൽ ബ്ലോക്കായി കിടന്ന കാലത്ത് വിളിച്ചാൽ വൈകുന്നേരം ആയാൽ പോലും വരില്ല അവർ. അത്രയ്ക്ക് വഴിയിലേക്ക് വരേണ്ട കാര്യമില്ല. ഒരു സർവീസ് അത്ര മോശമാണ്. എത്ര ദിവസം വഴിയിൽ കിടന്നേക്കണം. വണ്ടി കയറ്റമൊന്നും പിടിക്കില്ല. കയറ്റം വലിക്കില്ല. അത് ഈ ആർട്ട് ബ്ലൂവിൻ്റെ സെൻസർ ഇവിടെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൈലൻസർ ബ്ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ പല വണ്ടികൾക്ക് ഇപ്പോൾ അതാണ് ചെയ്തേക്കണത്. ഏത് BS6 വണ്ടി ഇറക്കിയിട്ട് സാധാ വണ്ടിയാക്കി BS4 ആയി ഇപ്പോൾ വണ്ടികൾ. കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് പുകയില്ലാണ്ടിരിക്കാൻ വേണ്ടി ഈ വാഹനം ഇറക്കിയത്. ഇപ്പോൾ BS4 വണ്ടിയാണ്. ഇവർ തന്നെ എല്ലാത്തിൻ്റെ ആർട്ട് ബ്ലൂ കട്ട് ചെയ്ത് കൊടുത്തേക്കാണ്. എടപ്പള്ളി കയറ്റം പോലും പിടിക്കില്ല. എടപ്പള്ളിയിലെ നമ്മുടെ മേൽപ്പാലത്തിൻ്റെ കയറ്റത്ത് പല പ്രാവശ്യങ്ങളിലും വണ്ടി ആളെ ഇറക്കി കയറ്റേണ്ട അവസ്ഥയാണ് ഈ വാഹനത്തിന് വന്നേക്കണം. BS6 വണ്ടിയാണ്. വണ്ടി വലിയുണ്ടെന്നും പറഞ്ഞ് തന്നിട്ട് ഈ വണ്ടി വലിച്ച് കയറൂല. നാണക്കേടാണ്. അവസാനം ആളുകളെ താഴെ ഇറക്കിയിട്ട് മുകളിലേക്ക് കയറ്റിക്കൊണ്ടുവരേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാൾ ഇവിടെ സർവീസ് ചെയ്തിട്ടും ശരിയാവാത്തതുകൊണ്ടാണ് ഇവിടെ വണ്ടി കൊണ്ടുവന്നിട്ട്. അതെ, പല പ്രാവശ്യം ഈ വണ്ടി ഉണ്ടതിൻ്റെ മുമ്പത്തെ ആഴ്ച തന്നെ ഏതാണ്ട് ഒരാഴ്ചയിൽ 3 പ്രാവശ്യം കൊണ്ടുവന്ന് സർവീസ് ചെയ്തി. അവർ ചെയ്തു തരും. ചെയ്തതിന് എൻ്റെ നിന്ന് പൈസയും മേടിക്കണില്ല. ഗ്യാരണ്ടി ഉണ്ടെന്നും പറഞ്ഞ് പൈസ മേടിക്കണില്ല. പക്ഷേ അങ്ങനെ എല്ലാ ദിവസവും ഇവിടെ കൊണ്ടുവന്ന് നമ്മളിത് ചെയ്യാനാണെങ്കിൽ എങ്ങനെ ഇത് കൊണ്ടുനടക്കാൻ പറ്റും? CC അടയ്ക്കേണ്ട വാഹനത്തിന് ഭയങ്കര. ഈ വാഹനത്തിന് ഒരെണ്ണത്തിന് 60,000 രൂപ അളവ്, ഒരെണ്ണത്തിന് 50,000 രൂപ അളവുണ്ട്. പിന്നെ അത് കൂടാണ്ട് ടാക്സ്, ഇൻഷുറൻസ്. ടാക്സ് തന്നെ 85,000 രൂപയാണ് ടാക്സ് ഒരു വാഹനത്തിന്. അല്ല, ഇൻഷുറൻസ് ഒരു വർഷത്തേക്ക് വരുന്നത്. ടാക്സ് ആണെങ്കിൽ ഇപ്പോൾ സർക്കാർ കുറച്ചിട്ടുണ്ട്. അതൊരു വലിയ ഉപകാരമാണ്. ഇപ്പോൾ 50% ആക്കി തന്നേക്കുന്നത് വലിയൊരു ഉപകാരമാണ്. 2 ബസ് എടുത്തപ്പോഴത്തേക്ക് എത്ര രൂപയായി?
ഒരു ബസ്സിന് ഇവിടുന്ന് ഇവിടെ നമുക്ക് വന്നേക്കണ വില 20 ലക്ഷം രൂപയാണ്. പിന്നെ നമ്മൾ പുറത്തു കൊണ്ടുപോയി കൊണ്ടോടി മോട്ടേഴ്സിനാണ് ബോഡി കിട്ടിയത്, അതിന് 12.5 രൂപ 32 രൂപയോളമാണ് വന്നേക്കണം. മൊത്തം ഒരു 2 വണ്ടിക്കും കൂടി 65 ലക്ഷം രൂപ ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ തിരിച്ചടവൊക്കെ എങ്ങനെയാണ്? അപ്പം തിരിച്ചടവ് ഓരോ സാധനങ്ങൾ ഇപ്പോൾ അമ്മച്ചി വീട് വിറ്റതിൻ്റെ കാശിൽ നിന്ന് എടുത്താണ് ഇപ്പോൾ ഈ 2 തവണത്തെ കാര്യങ്ങൾ നടത്തി കടം മേടിച്ച്. എന്താണ് ആവശ്യം? എന്താണ് ഈ 2 ബസ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കാണ്? പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? ആവശ്യം ഈ മൈലേജിൻ്റെ പ്രശ്നവും ഇതും തീർത്ത് കാര്യങ്ങൾ ഭംഗിയാക്കി തരാം, നമുക്ക് ഓടിക്കാവുന്ന രീതിയിൽ സർവീസ്. അതുപോലെ ഇതുവരെ വന്നേക്കുന്ന നഷ്ടങ്ങൾ അവർ നികത്തി തരാം, അവരുടെ ഭാഗത്ത് നിന്ന് വന്നേക്കുന്ന നഷ്ടങ്ങൾ അവർ നികത്തി തരാം. ഇവർ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുക. വണ്ടി തിരിച്ചെടുക്കണമെന്ന് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടാറ്റ. വണ്ടി തിരിച്ചെടുക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. കാര്യം വെച്ചാൽ അവർ പറഞ്ഞ ഒരു കാര്യങ്ങളും അവർ ചെയ്യണില്ല. അപ്പോൾ ഇനിയുള്ള ആരെങ്കിലും ഇവിടെ വന്ന് ഈ വണ്ടി എടുക്കാൻ നേരത്ത് ഇത് കണ്ട് അവർക്കെങ്കിലും ഈ അമ്പി പറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഇതിൻ്റെ മുമ്പിൽ തന്നെ നിർത്തിയിട്ട് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഗുണം കിട്ടട്ടെ എന്ന് വിചാരിച്ച്. പല വണ്ടികളും ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് ഇതേ കംപ്ലൈൻ്റ് ആയിട്ട്. അവർക്കൊന്നും ഇത് ചെയ്യാനായിട്ടുള്ള പേടിയായിട്ടോ എന്തായിട്ടാണെന്ന് അറിയില്ല, അവരതിൻ്റെ അകത്ത് ഇട്ടുകൊണ്ട് പോയേക്കാണ്. അവിടെ കിടക്കുന്നുണ്ട്. അത് പ്രിയദർശിനി പുതിയ സർക്കാരിൻ്റെ പദ്ധതി അനുസരിച്ചുള്ള പദ്ധതി നടപ്പാക്കിയതോടുകൂടി തന്നെ പ്രൈവറ്റ് ബസ് മേഖല വളരെയധികം തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഫ്രീ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്രീ ഉള്ള ബസ്സിലാണല്ലോ കയറുള്ളൂ. അതിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ വഴി കൂടെ KSRTC ബസ്സിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ ബസ്സുകളിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ തന്നെ വളരെയധികം ദോഷത്തിലാണ് ബസ് സർവീസ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ടാറ്റയുടെ ഭാഗത്തു നിന്നുള്ള ഈ വണ്ടിയുടെ കാര്യം കൂടി ആയതോടുകൂടി എൻ്റെ ജീവിതം വളരെ കഷ്ടത്തിലാവേണ്ട ഒരു ഗതിയാണ് ഉണ്ടായേക്കണത്. അപ്പോൾ ഇതിൽ നിന്നൊരു മാറ്റം എങ്കിലും ഉണ്ടാക്കി തരാനുള്ളൊരു അവസ്ഥ ഉണ്ടാവണമെന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഒരു 64-65 ലക്ഷം രൂപ മുടക്കിയാണ് 2 ബസ്സുകൾ ജോമി വാങ്ങിയത്. നമുക്ക് വണ്ടിയുടെ കണ്ടീഷൻ കണ്ടാൽ തന്നെ അറിയാം, നല്ല പുത്തൻ വണ്ടിയാണ്. ഈ വണ്ടിക്ക് മൈലേജ് കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് പറയുന്നത്. മാത്രമല്ല പല സ്ഥലങ്ങളിലും, അതായത് ചെറിയ കയറ്റങ്ങളൊക്കെ എത്തുമ്പോൾ തന്നെ അത് നിന്നു പോകുന്നുണ്ട്. ഈ വാഹനം കാണുമ്പോൾ വാഹനം ഇവിടെ കിടന്ന് നശിച്ചു പോവുകയുള്ളൂ. ഇപ്പോൾ ടയറിലൊന്നും കാറ്റൊന്നുമില്ല, അതിങ്ങനെ കിടന്ന് അതിൻ്റെ ഡ്രമ്മൊക്കെ ഇനി മഴ പെയ്യുകയാണ്, ഡ്രമ്മൊക്കെ ഇനി മഴ പെയ്ത് അത് തുരുമ്പെടുത്ത് നശിച്ചു പോകും. എങ്കിലും ആ ഒരു പ്രതിഷേധം അറിയിക്കുകയാണ് ജോമി. ഞാനിവിടെ ഷോറൂമുകാരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ മൈലേജിൻ്റെ പ്രശ്നമാണ്, അത് ശരിയാക്കി നൽകാമെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ ഈ വണ്ടിക്കുള്ള മൈലേജ് തന്നെ ഇതിന് കിട്ടുന്നുണ്ട്. മറ്റു വണ്ടികൾക്കും ഇതേ മോഡലുള്ള വാഹനങ്ങൾക്കുള്ള മൈലേജ് തന്നെ കിട്ടുന്നുണ്ട് എന്നാണ് അവരുടെ അവകാശവാദം. പക്ഷേ ജോമി പറയുന്നത് അത്രയും കിട്ടുന്നില്ല. 6 കിലോമീറ്റർ 1 ലിറ്റർ ഡീസലിന് കിട്ടുമെന്നാണ് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് വാങ്ങിയത്. ഇതിനു മുമ്പ് അശോക് ലെയ്ലാൻഡിൻ്റെ വാഹനമാണ് റൂട്ടിൽ ഓടിച്ചുകൊണ്ടിരുന്നത്, ആലുവ തേവര റൂട്ടിലാണ്. അന്ന് നല്ല മൈലേജ് കിട്ടിയിരുന്നു. അത് 6 സിലിണ്ടർ വാഹനമായിരുന്നു. പിന്നീട് ഈ പുതിയ വണ്ടി ചെറിയ ചേസാണ്, മൈലേജ് കൂടുതൽ കിട്ടും. അതായത് 4 സിലിണ്ടർ ഉള്ള വാഹനമാണിത്. 6-നേക്കാളിലും കുറഞ്ഞ് 4-ലേക്ക് വന്നപ്പോൾ മൈലേജ് കൂടുതൽ കിട്ടും, അത് ലാഭകരമാകുമെന്ന് കരുതിയിട്ടാണ് ഈ ബസ് എടുത്തത്. പക്ഷേ അതിപ്പോൾ ഇങ്ങനെയായിപ്പോയി. വാഹനമെടുത്ത് 1 വർഷത്തിനുള്ളിൽ തന്നെ 100 തവണ ഈ ഷോറൂമിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം ഈ വാഹനം കൊണ്ട് അദ്ദേഹം തലവേദന അനുഭവിക്കുന്നുണ്ട് എന്ന്. ഈ മാസം EMI അടയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ സ്ഥലം വിറ്റ കാശൊക്കെ ഉപയോഗിച്ചാണ് തൽക്കാലത്തേക്ക് റോൾ ചെയ്യുന്നത്. ടാറ്റ അധികൃതർ എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണം. അദ്ദേഹം കോടതിയിലേക്ക് കേസുമായി പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുപോലെ ഈ മോഡൽ വാഹനം എടുത്തവർ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഇത്തരം വാഹനങ്ങൾ എടുത്ത് ചതിക്കുഴിയിൽ വീഴരുത്, ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ ഷോറൂമിന്, ഈ സർവീസ് സെൻ്ററിൻ്റെ മുമ്പിൽ തന്നെ ഈ വാഹനം ഇട്ട് അദ്ദേഹം പ്രതിഷേധിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.